പഠിച്ചുകൊണ്ടിരിക്കുന്നല്ലേ? കുറെ പേര് പഠിക്കുന്നു, കുറെ പേര് പഠിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ? അപ്പൊ എല്ലാ എക്സാമിനും LKG കുട്ടികൾ തന്നെ ആയിരിക്കണം ഫസ്റ്റ് അല്ലേ? നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് പഠിക്കണം, നല്ല മാർക്ക് സ്കോർ ചെയ്യണം അല്ലേ? ഓക്കെ, നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, ആരും ഒന്നും മിസ് ചെയ്യാൻ പാടില്ല. അപ്പോ നമ്മൾ ഇതുവരെ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് നമുക്കിന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം അല്ലേ? ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്, ഇനി എന്തെങ്കിലും നമുക്ക് ഡൗട്ട് ഉണ്ടോ നമുക്കൊന്ന് നോക്കാം അല്ലേ? അപ്പോ നമ്മൾ ഫസ്റ്റ് പഠിച്ചത് എന്താണ്? ഇന്ന് മ്യൂട്ട് ചെയ്യണ്ട അല്ലേ? ആരും ബഹളം ഉണ്ടാക്കാതിരിക്കുന്നുണ്ട് എല്ലാവരും. അതുകൊണ്ട് ആരെടാത്? മുഹമ്മദ് ഷഹൽ പറയാണല്ലേ സെൽഫ് ഇൻട്രൊഡക്ഷൻ. ഫസ്റ്റ് ഉള്ള സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒക്കെ പഠിച്ച് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുകയാണ് മുഹമ്മദ് ഷഹലൊക്കെ. നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. എല്ലാവരും അതുപോലെ നന്നായിട്ട് പഠിക്കണം. ശബ്ദം ഉണ്ടാക്കാതിരിക്കണം. ശബ്ദം ഉണ്ടാക്കുമ്പോ മ്യൂട്ട്. പിന്നെ ആർക്കും മിണ്ടാൻ പറ്റൂല. ഓക്കെ, അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുക. ശബ്ദം ഉണ്ടാക്കിയാൽ അപ്പം മ്യൂട്ട് ചെയ്യും. ഇപ്പൊ ശബ്ദം ഇല്ലാത്തതുകൊണ്ട് നന്നായിട്ട് മിസ്സിന് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. അപ്പൊ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കരുത്. ഓക്കെ, അപ്പൊ ലിസൺ ഹിയർ. ആദ്യം നമ്മൾ പഠിച്ചത് അബൌട്ട് മീ അല്ലേ? എന്നെ കുറിച്ച് പറയാനാണ് അല്ലേ? അതായത് എന്നെ കുറിച്ചല്ല, നമ്മൾ പറയുമ്പോ നിങ്ങളെ കുറിച്ച് പഠിക്കാനല്ലേ? ആദിശ്രീനെ കുറിച്ച്, ഇഷാനിനെ കുറിച്ച്, ഏദൻ ജെ മാത്യു ഏദനെ കുറിച്ച് പറയാൻ, നിഡാഷയെ കുറിച്ച് പറയാൻ പഠിച്ചു. ഏബൽ സിൻഡോ, ആദിഷ്, മുഹമ്മദ് ഷഹൽ, അൻവിത എല്ലാവരും നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യാൻ വേണ്ടി പഠിച്ചു അല്ലേ? ഹൗ ടു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് അല്ലേ? നോർമലി നമ്മുടെ എക്സാം നടക്കുക ഓറൽ എക്സാം ആണ്. അതായത് ഓറൽ മീൻസ് ക്വസ്റ്റ്യൻ മിസ് ചോദിക്കും, നിങ്ങൾ ആൻസർ പറയും. അങ്ങനെയാണ് EVSന്റെ ഒക്കെ എക്സാം ഒബ്വിയസ്ലി നോർമലി നടക്കുക. ദെൻ എന്താണ് ടീച്ചറിനെ കാണത്തില്ലേ? ആർക്കടാ കാണാത്തെ? ഏബൽസിൻഡോ, ബിക്കോസ് ഓഫ് യുവർ റേഞ്ച് പ്രോബ്ലം. എല്ലാവർക്കും കാണാൻ പറ്റുന്നില്ല മിസ്സിനെ? കാണാൻ പറ്റാത്ത ഏബൽ മോനെ, നിനക്ക് എന്തോ റേഞ്ചിന്റെ പ്രോബ്ലം ഉണ്ട് ഏബൽ, അതുകൊണ്ടാണ് കേട്ടോ. ഒന്നുകൂടെ ചെയ്തിട്ട് ഒന്നുകൂടെ കയറി വാ, അപ്പൊ ചിലപ്പോ കാണാൻ പറ്റും. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അപ്പോ നോർമലി നമ്മുടെ EVS എക്സാം നടക്കുക ഓറൽ ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ ഇപ്പോ നമ്മളിങ്ങനെ കൊറോണ ഒക്കെ ആയതുകൊണ്ട് നമുക്ക് സ്കൂളിൽ വരാൻ പറ്റുന്നില്ല. ബിക്കോസ് ഓഫ് ദാറ്റ് നമ്മുടെ എക്സാം മിക്കവാറും നടക്കുക ചിലപ്പോ നിങ്ങൾക്ക് ഓറൽ ആയിരിക്കും, പക്ഷെ ചിലപ്പോ എക്സാം നടക്കുക എങ്ങനെയായിരിക്കും എന്നറിയോ? നിങ്ങൾക്ക് എക്സാമിന്റെ ടൈമില് ഒരു ലിങ്ക് തരും. ആ ലിങ്കിൽ കൂടെ എല്ലാവരും എന്ത് ചെയ്യണം? എക്സാമിന്റെ ഫോം ഉണ്ട്, എക്സാം ക്വസ്റ്റ്യൻസ്, അതിലേക്ക് എൻ്റർ ചെയ്യും. എന്നിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, റൈറ്റ് ആൻസർ അതിലുണ്ടാവും, ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പൊ ഏതൊക്കെയാണ് റൈറ്റ് ആൻസർ എന്ന് വെച്ചാൽ അത് ടിക്ക് ചെയ്യുന്ന ഒരു മെത്തേഡ് ആണ് ഇപ്പോ LKG ക്ലാസിന്റെ ബേസില്. LKGക്ക് ചിലപ്പോൾ മാറ്റുമോന്ന് അറിയില്ല പാരന്റ്സ്. അപ്പോ പാരന്റ്സിനോടാണ് LKG അങ്ങനെ തന്നെ ആയിരിക്കും നടക്കുക. ഇനി എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാവുമോന്ന് അറിയില്ല. അതായത് എക്സാമിന് ടൈം ഒരു ലിങ്ക് എല്ലാവരുടെയും വാട്സപ്പിൽ തരും. ആ ലിങ്കിൽ എൻ്റർ ചെയ്യുക. എക്സാമിന് മൾട്ടിപ്പിൾ ചോയ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, 3 ഓപ്ഷൻസ് ഉണ്ടാവും. മെത്തേഡാണ് ഇപ്പോൾ ഓക്കെ. അതിനെ കുറിച്ച് കൂടുതൽ പിന്നെ ഇൻസ്ട്രക്ഷൻ തരും. അപ്പോ ചിലപ്പോ ഓറൽ ആയിട്ട് തന്നെ ഇതേപോലെ സൂമിൽ കയറി ഓറൽ ടൈപ്പ് ആയിരിക്കാം. മിക്കവാറും ഞാൻ ആദ്യം പറഞ്ഞ മെത്തേഡ് തന്നെയാണ് ഉണ്ടാവാൻ ചാൻസ്. അപ്പോ ശബ്ദം ഉണ്ടാക്കരുത്, ആരും മിണ്ടരുത്. ആരാണോ ആദ്യം മിണ്ടുന്നത്? മിണ്ടാതിരിക്കുന്ന ആരാ നോക്കട്ടെ. എല്ലാവരും കൈകെട്ടി, കോട്ട് യുവർ ഹാൻഡ്സ്. കൈകെട്ടിരുന്നേ.
കൈ പൊക്കാണോ ചെയ്യേണ്ടത് ലുബാബ? കോട്ട് യുവർ ഹാൻഡ്സ്. ഓക്കെ, എല്ലാവരും കൈകെട്ടി അടങ്ങിയിരിക്കുക. ആദിശ്രീ, വാട്ട് ആർ യു ഡൂയിങ് ദെയർ? ഓക്കെ, അപ്പൊ നന്നായിട്ട് അടങ്ങിയിരിക്കുക, ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല. ഉമർ, മിസ് ചോദിക്കുന്നതിന് മാത്രം മറുപടി പറയാം. ഓക്കെ ഓക്കെ. അപ്പോ ഫസ്റ്റ് നമ്മൾ പഠിച്ചത് സെൽഫ് ആണല്ലേ, എങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നുള്ളത്. ഓക്കെ, അപ്പോ എല്ലാവരും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തേ. ഓക്കെ, അപ്പോ സെൽഫ് ഇൻട്രൊഡക്ഷൻ പഠിക്കാം. അതായത് ഹിയർ എ ഗേൾ ഋതു. ഇവിടെ ഋതു എന്ന് പറയുന്ന ഒരു ഗേൾ ഉണ്ട് അല്ലെ. അപ്പൊ ഇതുപോലെയാണ് നമ്മളും പറയേണ്ടത് അല്ലെ, പേരും സ്കൂളും ഒക്കെ മാറ്റണം അല്ലെ. ഐ ആം ഋതു, ഐ am 4 years old, I go to Little Bird School, I live in Puri അല്ലെ. അപ്പോ ഋതു എന്ന് പറയുന്ന കുട്ടി അങ്ങനെയാണ് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എല്ലാവരും ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലെ. എല്ലാവരും മിസ്സിന് എപ്പോഴും സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്ത് കാണിക്കാറുണ്ട് അല്ലെ. അത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാന്നുള്ളത് മിസ്സിന് അറിയാം. അപ്പൊ അറിയാത്തവരും ശരിക്കും കിട്ടാത്തവരുണ്ടെങ്കിൽ 3 തവണ നന്നായിട്ട് പറഞ്ഞു നോക്കണം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നന്നായിട്ട് പറയാൻ പറ്റും. എല്ലാവരും ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ട് എല്ലാവരെയും മ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, എല്ലാവരും മ്യൂട്ട് ആവുകയാണ്. ഓക്കെ, എല്ലാവരും ഇപ്പൊ മ്യൂട്ട് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ബോഡി പാർട്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലെറ്റ് us learn about the parts of our body. ഏതൊക്കെയാണ് നമ്മുടെ ബോഡിയുടെ പാർട്സ്? ഇത് നമ്മൾ നന്നായിട്ട് പഠിച്ചു വെക്കണം. മലയാളം നെയിം മാത്രം പഠിച്ചാൽ പോരാ അല്ലേ. അപ്പോ മിസ് പറയുന്ന ബോഡി പാർട്സ് എല്ലാവരും ടച്ച് ചെയ്ത് കാണിക്കണം. Show me your stomach. Stomach. ആർക്കും അറിയില്ല. Stomach. Okay, Adish, where is your stomach? Show me your stomach. Okay, Ishani, Adisri, Nitasha, എല്ലാവരും കാണിക്കുന്നുണ്ട്. Stomach means നമ്മുടെ വയറാണ് അല്ലേ. എല്ലാവരും വയറ് ടച്ച് ചെയ്യാം. അതാണ് മിസ് പറഞ്ഞത്. മലയാളം നെയിം മാത്രം അറിഞ്ഞാൽ പോരാ, നമ്മൾ ഇംഗ്ലീഷ് നെയിം കൂടെ പഠിക്കണം. ബിക്കോസ് എക്സാം ഇംഗ്ലീഷിലാണ് ഉണ്ടാവുക അല്ലേ. വി ആർ സ്റ്റഡിങ് ഇൻ ഇംഗ്ലീഷ് മീഡിയം. ഓക്കെ, ബിക്കോസ് ഓഫ് ദാറ്റ് വി സ്റ്റഡി ഇൻ ഇംഗ്ലീഷ്. ഓക്കെ, stomach. Okay, fingers. Show me your fingers. Fingers. Okay, Adish, where is your finger? Show me your finger. Okay, finger. Hand. Which is your hand? Show me your hand. Okay, that's your hand. Then neck. Neck. Which is neck? Neck, neck. Okay, okay. Umar, where's your neck? Show me. What are you doing there, Umar? Show me your neck. Neck. Okay, then foot. Foot. Foot ഏതാണ്? Foot. Okay, okay, okay. Foot. കസേര കയറി നിന്നവര് താഴെ വീഴരുത് ഫൂട്ട് കാണിക്കുമ്പോ. ഓക്കെ, ചേറിന്റെ മുകളിൽ നിന്ന് താഴെ വീഴരുത്. ഓക്കെ, then eye. Show me your 2 little beautiful eyes. Okay, your eyes. Okay, okay. Umar, which is your okay, okay. Anvida, show me your eyes. കണ്ണ് ഏതാണ്? കണ്ണ്. Okay, okay, okay. എല്ലാവർക്കും എല്ലാം അറിയാം അല്ലേ. Then head. Could you nod your head like this? എങ്ങനെ തലയാട്ടുക? Okay, head. That's your head. Okay, then mouth. Which is your mouth? Show me your mouth. Okay, and your teeth? Teeth, teeth. Okay, okay, okay. അപ്പൊ എല്ലാവരും പഠിച്ചിട്ടുണ്ട്. leg. ഏതാണ് leg? Show me. Leg. ആദിശ്രീ, എന്താണ് വായിലിടുന്നത് ആദിശ്രീ? ഓക്കെ, അപ്പോ എല്ലാവരും ബോഡി പാർട്സ് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടല്ലേ. ഇങ്ങനെ തന്നെ നമ്മൾ പഠിച്ചാല്
നമുക്ക് എന്ത് കിട്ടും? 50 out of 50 മാർക്സ് അല്ലേ? 50-ൽ 50 മാർക്കും കിട്ടും. എല്ലാവരും നല്ല മാർക്ക് വാങ്ങണം. ആരും മാർക്ക് കളയാൻ പാടില്ല. നമ്മുടെ ഫസ്റ്റ് പീരിയോഡിക് എക്സാം ആണ്. നമ്മുടെ ക്ലാസ് തുടങ്ങിയിട്ട് ആദ്യത്തെ എക്സാം ആണ് അല്ലേ? അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം? ഫുൾ മാർക്ക് സ്കോർ ചെയ്യണം. അപ്പൊ ബോഡി പാർട്സും അതിന്റെ പേരൊക്കെ നന്നായിട്ട് പഠിക്കുക. ഏതാണ് ഷോൾഡർ, ഏതാണ് ഹാൻഡ്, ഏതാണ് ഐ, ഏതാണ് മൗത്ത്, ഇയർ, എല്ലാം നന്നായിട്ട് പഠിക്കാം. Then next one is keeping clean. അപ്പോ നമ്മുടെ എക്സാമിന് പോർഷൻസ് ഏതാന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ എവിടെ വരെയാണോ നമ്മൾ എക്സാം ക്ലാസ് EVS ക്ലാസ് എടുത്തിട്ടുള്ളത് അതുവരെയാണ് നമ്മുടെ പോർഷൻ. ഓക്കെ, അപ്പൊ അതില് നമ്മൾ എടുക്കാത്തത് they help us എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ ഉണ്ട്. 70, പേജ് നമ്പർ 70. എല്ലാവരും പേജ് നമ്പർ 70 ഒന്ന് എടുത്തേ. പേജ് നമ്പർ 70. they help us. Here some people who help us അല്ലേ? നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറെ ആൾക്കാരുടെ പിക്ചേഴ്സ് ഉണ്ട് അവിടെ. പോലീസ്മാൻ, ഡോക്ടർ, ടീച്ചർ, പോസ്റ്റ്മാൻ, ഗാർഡനർ ആൻഡ് കോബ്ലർ അല്ലേ? കുറെ നെയിംസ് ഉണ്ട്. അപ്പോ ഇതുവരെയാണ് നമുക്ക് എക്സാമിന് ഉണ്ടാവുക. അപ്പോ ഒരു പിക്ചർ തരിക, എന്നിട്ട് അത് ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ലേ? അപ്പൊ മിസ്സിന് അറിയാലോ എത്ര പേർക്ക് നോളജ് ഉണ്ട്, എത്ര പേർക്ക് പോലീസിനെ അറിയാം, ഡോക്ടറെ അറിയാം എന്നൊക്കെ മിസ്സിന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻസ് കൂടെ മിസ് അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ എക്സാമിന്. അപ്പോ എല്ലാവരും എന്ത് വേണം? ഏതാണ് പോലീസ്മാൻ, ഏതാണ് ഡോക്ടർ, ഏതാണ് ടീച്ചർ എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്ത് വെക്കാം. അപ്പോ ഫസ്റ്റ് വൺ ഒരു പിക്ചർ ഉണ്ട് അല്ലേ? ഹു ഈസ് ദാറ്റ്? പേജ് നമ്പർ 70. ആദ്യം ഒരു പിക്ചർ ഉണ്ട്. അത് ആരാണ് മോനെ? Ethan J. Matthew. The first picture. Who is that? Unmute Ethan. Who is that? മിസ്സിന് കേൾക്കാൻ പറ്റുന്നില്ല Ethan. എന്തോ റേഞ്ച് പ്രോബ്ലം ഉണ്ട്. ലുബാബ, who is that? The first picture. Unmute Ida Lubaba. The first picture. Who is that? Policeman. Okay, that is policeman അല്ലേ? അപ്പോ തൊപ്പിയൊക്കെ ഇട്ട് കയ്യിൽ ഒരു വയർലെസ് സെറ്റ് ഒക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട് അല്ലേ? That is policeman. Right answer. അത് policeman ആണ്. Then second picture. Nitasha. Who is that? The second picture. Daughter. Daughter അല്ലേ? ഡോക്ടർ ആണോ ഡോക്ടർ ആണോ നിതാഷ? ഡോക്ടർ അല്ലേ? ഓക്കെ, നോ പ്രോബ്ലം. ദാറ്റ് ഈസ് ഡോക്ടർ അല്ലേ? നമ്മള് അസുഖം വരുമ്പോ ഡോക്ടർ എടുത്തു പോകും അല്ലേ? അപ്പോ സ്റ്റെതസ്കോപ്പ് ഒക്കെ വെച്ച് നമ്മൾ ഇതുപോലെ ചെക്ക് ചെയ്യും അല്ലേ? ഡോക്ടർ ഈസ് ഡോക്ടർ. നമ്മൾ അസുഖം വരുമ്പോ ഡോക്ടർ അടുത്താണ് പോവുക. അപ്പോ നിങ്ങൾ എല്ലാവരും എന്തെങ്കിലുമൊക്കെ അസുഖത്തിന് ഡോക്ടർ അടുത്ത് പോയിട്ടുണ്ടാവും. അപ്പോ ഡോക്ടറുടെ ഒരു പിക്ചർ കണ്ടാൽ അത് ഡോക്ടർ ആണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റണം അല്ലേ? അപ്പോ second picture is doctor. The first picture is policeman and the second picture is doctor. And the third picture അല്ലേ? കുറെ ബുക്സ് ഒക്കെ എടുത്തിട്ട് ആരോ പോകുന്നുണ്ട് അല്ലേ? Who is that? ഉമർ ജാഫർ. Unmute ചെയ്ത ഉമർ. ഉമർ, hello mister. Listen here. എന്താണ്? ആരാണ്? ടീച്ചർ. ടീച്ചർ ആണല്ലേ ഇത്? ഓക്കെ, ദാറ്റ് ഈസ് ടീച്ചർ അല്ലേ? കുറെ ബുക്സ് ഒക്കെ എടുത്ത് പോകുന്നുണ്ടല്ലേ? നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി വരുന്നതാന്ന് തോന്നുന്നു. ഇതൊരു ടീച്ചറാണ് അല്ലേ? അപ്പോ ടീച്ചറിന്റെ പിക്ചർ കണ്ടാൽ ദാറ്റ് ഈസ് ടീച്ചർ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റണം. ഓക്കെ, ദെൻ ആദിഷ്. അൺമ്യൂട്ട് ചെയ്തേ മോനെ ആദിഷ്. ഓക്കെ, ദ ഫോർത്ത് പിക്ചർ അല്ലേ? നാലാമത്തുള്ള ഒരു പിക്ചർ ഉണ്ട് അല്ലേ? കയ്യില് ഒരു ബാഗ് ഒക്കെ തൂക്കി ഒരാൾ നിൽക്കുന്നുണ്ട്. Who is that ആദിഷ്? പോസ്റ്റ്മാൻ അല്ലേ? ഓക്കെ, ഹു ഇസ് പോസ്റ്റ്മാൻ? പോസ്റ്റ്മാൻ എന്ന് വെച്ചാൽ ആരാണ്? ആർക്കറിയാം പോസ്റ്റ്മാൻ? പോസ്റ്റ്മാനെ കണ്ടിട്ടുണ്ടോ എല്ലാരും? പോസ്റ്റ്മാനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട് അല്ലേ? പോസ്റ്റ്മാൻ മുഹമ്മദ് ഷഹൽ കണ്ടിട്ടുണ്ട് അല്ലേ? ഷഹൽ
Who is postman? Shahal. പോസ്റ്റ്മാൻ ആരാണ് ഷഹൽ? പോസ്റ്റ്മാൻ എന്താ തരിക നമുക്ക്? ചോക്ലേറ്റ് ആണോ, മിഠായി ആണോ, ബലൂൺ ആണോ? പോസ്റ്റ്മാൻ എന്താ കൊണ്ടുതരുക? ലെറ്റർ അല്ലേ? വെരി ഗുഡ്. ലെറ്റേഴ്സ് കൊണ്ടുതരുന്ന ആളാണല്ലേ പോസ്റ്റ്മാൻ. നമുക്ക് ആരെങ്കിലും ലെറ്റേഴ്സ് ഒക്കെ അയച്ചു കഴിഞ്ഞാൽ ലെറ്റേഴ്സും എന്തെങ്കിലും പാർസൽസും അല്ലെ, ദൂരെ നിന്ന് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ലെറ്റേഴ്സും പാർസൽസും ഒക്കെ അയച്ചു തന്നാല് അതൊക്കെ കൊണ്ടുതരാൻ വരുന്ന ആളാണ് പോസ്റ്റ്മാൻ. അപ്പൊ നോക്ക, പോസ്റ്റ്മാൻ ഉണ്ട്, പോലീസ്മാനും ഉണ്ട്. രണ്ടും കൺഫ്യൂഷൻ ആകാൻ പാടില്ല അല്ലെ. പോസ്റ്റ്മാന്റെ ചിത്രം കണ്ടാൽ അത് പോസ്റ്റ്മാൻ ആണ്, പോലീസ്മാന്റെ പിക്ചർ കണ്ടാൽ അത് പോലീസ്മാൻ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റണം. ഓക്കെ, അതിനാണ് മിസ് ഈ ക്വസ്റ്റ്യൻസ് കൂടെ നമ്മുടെ എക്സാമിന് ആഡ് ചെയ്തിട്ടുണ്ട്. പിക്ചേഴ്സ് വന്നാൽ ഹു ഈസ് ദാറ്റ് എന്ന് നമ്മൾ ഫൗണ്ട് ചെയ്യണം. ഓക്കെ, ദെൻ ഫിഫ്ത്ത് ഒരു പിക്ചർ ഉണ്ടല്ലേ, അതിനി ആരാ പറയാ? ഏബൽ സിൻഡോ, അൺമ്യൂട്ട് ചെയ്തേ മോനെ. ഗാർഡനർ അല്ലേ? ഹു ഈസ് ഗാർഡനർ? ഗാർഡനർ എന്ന് വെച്ചാൽ എന്താണ്? ചെടിയൊക്കെ നട്ട് നല്ല തോട്ടമൊക്കെ ഉണ്ടാക്കുന്ന ആളാണല്ലേ. ചെടിയെല്ലാം നട്ട് നല്ല ഗാർഡൻ ഉണ്ടാക്കുന്ന ആളാണല്ലേ. എത്ര പേരുടെ വീട്ടില് ബ്യൂട്ടിഫുൾ ഗാർഡൻസ് ഉണ്ട്? How many of you beautiful gardens are there? ഉമറിന്റെ വീട്ടിലില്ല? ഉമർ ഉണ്ടോ? ഓക്കെ, എല്ലാവരുടെയും വീട്ടിലുണ്ടല്ലേ. ഇഷാനി, ആദിശ്രീ, ഈദൻ, ലുബാബ, നിരാശ എല്ലാവരുടെയും വീട്ടിലുണ്ടല്ലേ. ഉമർ, എയ്ബൽ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും അല്ലേ. പൂക്കളും പൂന്തോട്ടം ഒക്കെ ഉണ്ടാവും അല്ലേ. അപ്പൊ who is creating garden അല്ലേ? ഗാർഡൻ ഉണ്ടാക്കുന്ന ആളല്ലേ ഗാർഡനർ. ഗാർഡൻ ഒക്കെ നോക്കി നടത്തി നല്ല വൃത്തിയായി കൊണ്ട് നടക്കുന്ന ആളെയാണ് ഗാർഡനർ എന്ന് പറയാം. അപ്പൊ ഗാർഡനറിന്റെ പിക്ചർ തന്നാൽ ദാറ്റ് ഇസ് ഗാർഡനർ എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റണം. ഓക്കെ, അപ്പോ പോലീസ്മാനും പോസ്റ്റ്മാനും തമ്മിൽ ചേഞ്ച് ആയി പോകാൻ പാടില്ല. ആരാണ് പോലീസ്മാൻ, ആരാണ് പോസ്റ്റ്മാൻ എന്നൊക്കെ നമ്മൾ നോക്കി വെക്കണം. അത് രണ്ടും മാറിപ്പോയരുത്. ഓക്കെ, പോസ്റ്റ്മാന്റെ ചിത്രം കണ്ടാൽ അത് പോസ്റ്റ്മാൻ ആണ് അല്ലെ. ബാഗൊക്കെ തൂക്കി ലെറ്റേഴ്സ് ഒക്കെ പിടിച്ചു നിൽക്കുന്നത് പോസ്റ്റ്മാൻ ആണ്. ദെൻ പോലീസ്മാൻ അല്ലേ. ദെൻ കോബ്ലർ. കോബ്ലർ എന്ന് വെച്ചിട്ട് ഒരു പിക്ചർ ഉണ്ട് അല്ലേ. അതിപ്പോ ആരാ പറയാ? കോബ്ലർ, ഇഷാനി. Who is cobbler? The sixth one. Cobbler എന്ന് വെച്ചാൽ എന്താണ് മോളെ ഇഷാനി? ചെരുപ്പൊക്കെ തുന്നി നമ്മുടെ പൊട്ടിപ്പോയ ചെരുപ്പെല്ലാം നന്നാക്കി എടുക്കുന്ന ആളാണ് അല്ലെ. ചെരുപ്പ് ബാഗൊക്കെ നന്നാക്കി എടുക്കും അല്ലെ കോബ്ലർ. ദാറ്റ് ഈസ് കോബ്ലർ. ഓക്കെ, അപ്പോ പിക്ചർ നോക്കുക, എല്ലാവരും നന്നായിട്ട് പിക്ചേഴ്സ് തന്നെ നോക്കിയിരിക്കുക. ഓക്കെ, പോലീസ്മാൻ, doctor, teacher, postman, gardener and cobbler. അപ്പോ ഈ പിക്ചേഴ്സ് തന്നിട്ട് ഇത് ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കും. അപ്പൊ എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ചെയ്യണം അല്ലെ. പോലീസ്മാന്റെ പിക്ചറിന് പോസ്റ്റ്മാൻ എന്നും പോസ്റ്റ്മാന്റെ പിക്ചറിന് പോലീസ്മാൻ എന്നും ചേഞ്ച് ആയി പോകരുത് അല്ലെ. അവരുടെ യൂണിഫോം ഒക്കെ ഏകദേശം സെയിം കളർ ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് അതൊന്നും ചേഞ്ച് ആകരുത്. അപ്പൊ ഇത് എല്ലാവരും ഈ ചാപ്റ്ററൂടെ നന്നായിട്ടൊന്ന് നോക്കുക അല്ലെ. പിന്നെ നമ്മൾ ഏതാണ് പഠിച്ചത്? കീപ്പിംഗ് ക്ലീൻ അല്ലേ. കീപ്പിംഗ് ക്ലീൻ ഉണ്ട് അല്ലേ. വി മാസ്റ്റ് ourselves ക്ലീൻ. വി മാസ്റ്റ് അല്ലേ, നമ്മള് സ്വന്തം തന്നെ എപ്പോഴും ക്ലീൻ ആയിരിക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എന്ന് പഠിച്ചു അല്ലേ. കീപ്പിംഗ് ക്ലീൻ അല്ലെ. പേജ് നമ്പർ 66. കീപ്പിംഗ് ക്ലീൻ. ഓക്കെ, ബ്രഷ് അവർ ടീത്ത്. മിസ് പറയും, അപ്പൊ അതുപോലെ എല്ലാവരും കാണിക്കണേ. ബ്രഷ് അവർ ടീത്ത്. എങ്ങനെയാ ബ്രഷ് ചെയ്യാ? ഓക്കെ ഓക്കെ ഓക്കെ, അപ്പോ ബ്രഷ് അവർ ടീത്ത്, വാഷ് അവർ ഹാൻഡ്സ്. Those all are good habits ആണ് അല്ലേ. ഇത് ഗുഡ് ഹാബിറ്റ്സ് ആണ്. അപ്പോ എന്ത് ചെയ്യാ? നമ്മള് സ്വന്തം ക്ലീൻ ആയിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുമെന്ന് ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, അപ്പോ വാഷ് അവർ ഹാൻഡ്സ്, ബ്രഷ് അവർ ടീത്ത് ആൻഡ് ബാത്ത് എവറി ഡേ. ബാത്ത് എങ്ങനെ ചെയ്യാം? ബാത്ത് ഓക്കെ, ബാത്ത് എവറി ഡേ. ഓക്കെ, നിറ്റാശയൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബാത്ത് എവറി ഡേ അല്ലേ. ദെൻ
trim our nails. Nails trim ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? നഖം ഇങ്ങനെ വെട്ടുക അല്ലേ? Show me your nails. എത്ര പേര് നല്ല നഖം വളർത്തിയിട്ടുണ്ട് നോക്കട്ടെ. Show me all of you your nails. Okay, അപ്പോ നഖം എപ്പോഴും ട്രിം ചെയ്യണം അല്ലേ? ഇല്ലെങ്കിൽ നഖത്തിന്റെ ഉള്ളിൽ ചെളി ഉണ്ടാവും. ആ ചെളി എന്തുണ്ടാവും? നമ്മൾ കഴിക്കുന്ന ഫുഡിലും ഇതിലൊക്കെ കിടക്കും. അപ്പൊ നമുക്ക് എന്താവും? അസുഖം വരും അല്ലേ? Then comb our hair. Hair എങ്ങനെയാ comb ചെയ്യുക? How to comb our hair? നന്നായിട്ട് ഹെയർ ഒക്കെ കോംബ് ചെയ്ത് വെക്കുക അല്ലേ? നന്നായി മുടി കെട്ടി നല്ല നീറ്റ് ആയിട്ട് കോംബ് ചെയ്യുക. ഓക്കെ, then wear clean clothes. Can you hear me?